മലയാളം പറയുന്നു പഠിച്ചോ പക്ഷെ എഴുതാനും പഠിച്ചില്ല. ഹായ് ജെസി സുഖാണോ കൊണ്ടായിരുന്നില്ല സോനം? പിന്നെ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും ഒരു ഇതിൽ പോകുന്നത്. പോടാ അങ്ങനെ എന്തടി. നമസ്കാരം, പ്രധാന വാർത്തകൾക്ക് സ്വാഗതം. ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് Q&A വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചോദ്യംക്ക് റിപ്ലൈ കൊടുക്കാം. കുറെ ഇല്ല, കുറച്ച് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് പേപ്പറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇത് എന്താ Q&A പഠിക്കുന്ന എന്താ പറയാ അമ്മ? ചോദ്യം അമ്മ ചോദിക്കും. അപ്പൊ നമുക്ക് റിട്ടേൺ ആൻസർ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് എന്റെ മൈസെൽഫ് സോയിക്കുട്ടി ഞാൻ പറയാം. അപ്പൊ ശരിക്കും എന്റെ പേര് സനോം ലെച്ച ഉണ്ടോ, പക്ഷെ നിക് നെയിം സോയിക്കുട്ടി. എന്റെ ഹസ്ബൻഡ് വെച്ച പേര് സോയി. അപ്പൊ ഇങ്ങനെ എല്ലാ വീഡിയോയിലും എല്ലാരും സോയിക്കുട്ടി പറയും. എന്റെ ജോലി ഞാൻ ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഹൗസ് വൈഫ് ഉണ്ടോ, ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. ഇപ്പൊ ഹൗസ് വൈഫ് ഉണ്ടോ, ഇപ്പൊ ഹൗസിൽ തന്നെ ഉണ്ടോ, ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് അടുത്ത നമുക്ക് അപ്പുക്കുട്ടാക്ക് പറയൂ. അപ്പുക്കുട്ട എന്റെ പേര് അലക്സ് അറക്കൽ എന്നാണ് പേര്. വീട്ടിൽ നിന്ന് അപ്പൂന്ന് വിളിക്കും, അപ്പുക്കുട്ടാന്ന് വിളിക്കും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണത് ബ്യൂട്ടീഷ്യൻ തന്നെയാണ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. പിന്നെ പാർട്ട് ടൈം ജോലിയായിട്ട് വെൽഡിങ്ങും ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്റെ അപ്പുറത്തേക്ക് അമ്മയാണ്. അമ്മ ബാക്കി പറഞ്ഞോളൂ. എടാ നിന്റെ വയസ്സ് പറഞ്ഞിട്ടുണ്ടോ? സോനത്തിന്റെ വയസ്സ് പറയണ്ട. അതെയാ എന്നാണ്ട. പിന്നെ ഞാൻ എന്താ ഇവരുടെ അമ്മ അല്ലേ, അമ്മ കഥാപാത്രമാണ് അല്ലേ. എന്റെ പേര് ഷിജി എന്നാണ്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് SBI ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ബാങ്ക് മാനേജറാണ്. ഞാൻ എന്തോ ഒരുങ്ങിയാണ് പോണത്. ഞാൻ സാധാ ഒരു സാരി എടുത്ത് പോകുന്നു. ഞാനൊരു മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഞാൻ പാവം പിടിച്ചോണം പോകുന്നത്. പിന്നെ എന്ത് വേണം ഞാൻ പറയുന്നത്. പിന്നെ എന്തുവാ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അത് കൂടാതെ നമ്മൾക്ക് അവിടുത്തെ എല്ലാ ഒരു പ്യൂൺ ഒക്കെ ചെയ്യുന്ന എല്ലാ ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 5 മണി വരെയും ജോലി ചെയ്യും. നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സോണത്തിനോട് ഇട്ട ആദ്യത്തെ ചോദ്യം സോണത്തിനോട്. സോയിക്കുട്ടി നേപ്പാളി ഓർ ബംഗാളി ഓർ ഇന്ത്യൻ ഏതാണ്? ഞാന് ഇന്ത്യൻകാരി തന്നെ, പക്ഷെ ഞാൻ നേപ്പാളി ഉണ്ടോ. അപ്പൊ എന്റെ സ്ഥലം വെസ്റ്റ് ബംഗാൾ കാലിംപോങ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടോ, ഞാന് നേപ്പാളിക്ക് ഉണ്ടോ പക്ഷെ ഇങ്ങനെ ഇന്ത്യൻ പറയുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ. പക്ഷെ ഞാന് ഇന്ത്യക്കാരി തന്നെ. പക്ഷെ ഞാൻ എന്റെ വീട് കാലിംപോങ് ഉണ്ടോ. ഇന്ത്യയിൽ തന്നെ കാലിംപോങ് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ഡിസ്ട്രിക്ട് ഉണ്ടോ. അവിടെ കുറെ നേപ്പാളി ആൾക്കാരുണ്ട്. നമുക്ക് നേപ്പാളി ആൾക്കാർ നേപ്പാളിൽ മാത്രം ഇല്ല, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പല സ്ഥലങ്ങളില് നേപ്പാളി ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് നേപ്പാളി ഉണ്ടോ. അടുത്ത ചോദ്യം, അമ്മയെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ബയോപ്സി ചെയ്തപ്പോൾ വേദന ഉണ്ടായിരുന്നു. സോയിക്കുട്ടി രാത്രി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷമമാണ്. അപ്പൊ ബയോപ്സി ചെയ്തപ്പോൾ വേദന ഉണ്ടായിരുന്നില്ല. വേദനക്കാലം കൂടുതലും നമുക്ക് ടെൻഷനാണ് ആ സമയത്ത് വരുന്നത്. വേദന അങ്ങനെ ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആ സമയത്ത് കൂടുതലും ടെൻഷനായിരിക്കും. അപ്പോൾ വേദന അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബയോപ്സിക്ക്. പിന്നെ സാധാരണ ബയോപ്സി എടുക്കുന്ന പോലെ അല്ലായിരുന്നു എൻ്റെ ചെയ്തത്. എൻ്റെ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് അതിനനുസരിച്ച് വേറൊരു രീതിയിലാണ് എനിക്ക് ബയോപ്സി ചെയ്തത്. വേദനക്കാലം കൂടുതൽ നമുക്ക് ടെൻഷനായിരുന്നു, കുഴപ്പമൊന്നുണ്ടായി. പിന്നെ അതില്ല, സോയിക്കുട്ടി രാത്രി ജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ആരൊക്കെ വിഷമം? അവര് കാണുന്ന ആൾക്കാർക്ക് സോനം രാത്രി ജോലി ചെയ്യുമ്പോൾ അവർക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്ന്. വിഷമം ആറുമൊക്കെ തോന്നണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടോ, ഞാൻ ചെറുപ്പത്തില് അങ്ങനെ നമുക്ക് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എപ്പോ വേണം ജോലി ചെയ്യാം, അങ്ങനെ ഇല്ല. 24 മണിക്കൂർ ജോലി ചെയ്യും, അങ്ങനെ ഇല്ല. എനിക്ക് എപ്പോ തോന്നും അപ്പൊ തന്നെ ഞാൻ ചെയ്യും. അങ്ങനെ സോണത്തിനോടാട്ടോ. സ്വന്തം നാടാണോ കേരളമാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് 2 നാട് ഇഷ്ടം. കേരളം ഇഷ്ടം, എന്റെ നാടും ഇഷ്ടം. കൂടുതലും നമുക്ക് എന്താ പറയും, നമുക്ക് ജനിച്ച് വളർന്നു ആ നാട് കൂടുതൽ ഇഷ്ടം. പക്ഷെ എന്റെ നാട്ടു വല്ലപ്പുറം ഞാൻ പോവും, അത്രയുണ്ടോ. പക്ഷെ ഫ്യൂച്ചർ എന്റെ കേരളം അല്ലേ. അപ്പൊ ഇപ്പൊ കേരളം ഇഷ്ടം, എന്റെ നാടും ഇഷ്ടം. ആൻസിയുടെ കല്യാണം ചോദിച്ചേക്കുന്നേ. അപ്പൊ അത് അമ്മ പറയും. ആൻസിയുടെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞത് കൊണ്ട് ജോലിയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കും തോന്നി ഒരു
ആൾക്ക് കല്യാണത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ജോലിയാണെന്ന് എനിക്കും അങ്ങനെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതല്ല ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം. കല്യാണം അല്ല, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതാണ്, പ്രാപ്തിയാണ് ആദ്യം ആകേണ്ടത്. അപ്പൊ അവൾക്കും അത് തന്നെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണത്തെ പറ്റി ചിന്തിക്കാത്തത്. അവൾക്ക് ജോലിനെ പറ്റി നമ്മൾ ഒത്തിരി അന്വേഷിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് കല്യാണത്തിനെ പറ്റി അവൾ ആലോചിക്കുന്നുള്ളൂ. ഏലിക്കുട്ടി അമ്മയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത്? അമ്മച്ചി ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അമ്മച്ചി അമ്മയുടെ ആംഗ്ലയുടെ കൂടെയാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്തെ അവിടെ ചാച്ചനുണ്ട്, ഭാര്യയുണ്ട്, മോളുണ്ട്, അലിനിക്കുട്ടി ഉണ്ട്, അപ്പച്ചനുണ്ട്. ഏലിക്കുട്ടി മാത്രം വീഡിയോ വരുന്നുള്ളൂ. അവർക്ക് വീഡിയോ വരാൻ നാണമാണ്, അതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. ഇനി പൊന്നൂസ് എന്താ വീഡിയോ കാണാത്തത്? പൊന്നൂസിന്റെ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ആരും നിർബന്ധിച്ച് വീഡിയോ എടുപ്പിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടെ മൂഡ് അനുസരിച്ചാണ് എല്ലാം വീഡിയോ എടുക്കണത്, മനസ്സിലായോ? പൊന്നൂസിന് ഇടയ്ക്ക് വന്ന വീഡിയോ കയറും, അപ്പൊ നമ്മൾ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവള് നിൽക്കില്ല. അവൾക്ക് അങ്ങനെ കൊച്ചല്ലേ, അവൾക്ക് നമുക്ക് പറഞ്ഞിട്ട് വെക്കുമ്പോ അത് ശരിയാവൂല. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. കൊച്ച് ഇപ്പൊ 1 മിനിറ്റ് ഇങ്ങനെ ഉണ്ടാവും, അപ്പുറത്തെ 1 മിനിറ്റ് അപ്പുറത്തെ വീട്ടിലുണ്ടാവും. പിന്നെ നമ്മളിവിടെ കൊച്ച് സ്കൂളിൽ പോവും, മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോകൂലേ, സാറ്റർഡേ സൺഡേ മാത്രം വീട്ടിലേ ഉണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോ നമുക്ക് പുന്നസ ഉണ്ടോ സമയത്ത് മാത്രം നമുക്ക് വീഡിയോ പിടിക്കുന്നില്ലല്ലോ. നിങ്ങൾ എവിടെയാണ് കണ്ടുമുട്ടിയത്? നമ്മൾ ജോലി സ്ഥലത്താട്ടോ, ഇവിടെ കേരളത്തിൽ തന്നെയാണ്. വൈറ്റിലെ ഗോൾഡ് സൂക്കില് അവിടെ സ്റ്റുഡിയോ റിവൈവ് പറഞ്ഞിട്ട് സലൂണും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ 2 പേര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കണ്ടുമുട്ടി മാരേജ് ആയി. സോയിക്കുട്ടിയുടെ പേര് മാറ്റി മറിയാമ ത്രേസ്യാമ എന്ന് നോക്കിക്കൂടെ? സോയിക്കുട്ടിയുടെ ഇവിടുത്തെ പേര് ഏലിയാമ്മ കുട്ടി എന്നാണ് ഇട്ടേക്കുന്നത്. പള്ളിയിൽ ഏലിയാമ്മ കുട്ടി ഇവിടുത്തെ പള്ളി ചേർന്നപ്പോ ഏലമ്മ ഏലിയമ്മക്കുട്ടി അങ്ങനെ ഉണ്ടോ പേര്? അമ്മച്ചിക്ക് പേര് എല്ലാരും ഏലിയമ്മക്കുട്ടി എന്ന് വിളിച്ചായി. ഇല്ല, സോയിക്കുട്ടി മാത്രം മതി, അത് നല്ലുണ്ട്. ചേച്ചി മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചോ? ഇനി നാട്ടിലേക്ക് എന്നാണ് പോകുന്നത്? അവരൊക്കെ തിരിച്ച് എന്ന് വരും? ചേച്ചിയുടെ ഫാമിലി ആരൊക്കെ ഉണ്ട്? എല്ലാവരും എന്ത് ചെയ്യുന്നു? മലയാളം പറയുന്നു പഠിച്ചോ, പക്ഷെ എഴുതാനും പഠിച്ചില്ല. എഴുതാനും ഭയങ്കര ടഫ് ഉണ്ട്. ഈ വേർഡ് അക്ഷരം ഭയങ്കര ടഫ് അല്ലേ? എന്റെ അമ്മേ റായ് എത്ര 2 റാ നാ എത്ര നാ ഉണ്ടോ? എന്റെ അമ്മേ നായും ഞായും ഒക്കെ ഒരേപോലെ തോന്നും. നായും തായും അങ്ങനെയൊക്കെ വ്യത്യാസം. ഞാൻ വിചാരിച്ച പുണ്ണസൊക്കെ പഠിപ്പിക്കുമ്പോ ഞാൻ മലയാളം അക്ഷരം പഠിക്കാം, പക്ഷെ ഞാനൊക്കെ പറ്റൂല. വർത്തമാനം പറയാൻ പറ്റും, പക്ഷെ ആ ലെറ്റർ വരുമ്പോ റാ റാ നാ അത് കുറെ എനിക്ക് ഇത് തോന്നി, ഒരേ വേർഡ് തോന്നി. അപ്പൊ അത് കാരണം ഞാൻ പഠിക്കില്ല, വർത്തമാനം മാത്രം പറയാം. പിന്നെ നാട്ടിലേക്ക് എന്നാണ് പോകുന്നത്? നാട്ടിലെ പ്ലാനിങ് ചെയ്തിട്ടില്ലേ, ആരില്ലേ നമുക്ക്. ചിലപ്പം ഈ വർഷം പോകും പറ്റും, ചിലപ്പം അടുത്ത വർഷം പോകും പറ്റും, ആരില്ലേ നമുക്ക് നോക്കാം. അവരൊക്കെ തിരിച്ചു എന്ന് വരും? അത് നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ചു എപ്പോ വരും അത് നമുക്ക് പറയാൻ പറ്റില്ല. അവര് വന്ന തന്നെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അവിടെ തിരക്ക്, അവർക്കും ജോലിയും കുടുംബവും ഉണ്ടല്ലോ. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടമായി, ചേച്ചി ചേട്ടാക്ക് എല്ലാവർക്കും ഇഷ്ടമായി. തിരിച്ച് വീണ്ടും വരണം, വീണ്ടും ഇങ്ങനെ വരണം. ചേച്ചി പറയുന്ന വീണ്ടും വന്നിട്ട് നമുക്ക് വീട്ടില് തന്നെ വീഡിയോ എങ്ങനെ അങ്ങനെ. ചേച്ചിക്കൊക്കെ ചേട്ടനൊക്കെ വന്നിട്ട് കറങ്ങാൻ പോണത് ഇഷ്ടമായിരുന്നു, പക്ഷെ ചേച്ചിക്ക് അങ്ങനെ ഇഷ്ടമില്ല. കറങ്ങാൻ പോണത് അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു, അവർക്ക് വീട്ടിലിരിക്കാനായിരുന്നു ഇഷ്ടം. ചേച്ചിയുടെ ഫാമിലി ആരൊക്കെ ഉണ്ട്? എല്ലാവരും എന്ത് ചെയ്യുന്നു? സോണത്തിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛനും അമ്മ ഇല്ല. അച്ഛനും അമ്മ മരിച്ചു പോയി. അച്ഛന് മരിച്ചിട്ട് 6-7 years ആയി. അമ്മ മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. എൻ്റെ എൽഡർ ചേച്ചി, എൽഡർ ചേട്ടൻ 2 പേര് മാരേജ് കഴിഞ്ഞു. പിന്നെ അവിടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഹസ്ബൻഡ് ആർമിയിലുണ്ട്. 2 മക്കള്, ഒരു ആൺകൊച്ച് ഒരു പെൺകൊച്ച്. പിന്നെ ചേട്ടാക്ക് വീട്ടില് ചേട്ടാക്ക് വൈഫ്, പിന്നെ ചേട്ടാക്ക് 2 ബേബി, ഒരു ആൺകൊച്ച് ഒരു പെൺകൊച്ച്. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ്? നമ്മക്ക് 1 വർഷം ഏജ് ഡിഫറൻസ്, അത്രയുണ്ട്. 1.5 വയസ്സുണ്ടാവുമായിരിക്കും. 1.5 വയസ്സുണ്ട്. അമ്മ എങ്ങനെ ഹിന്ദി പഠിച്ചു? ഞാൻ ഹിന്ദി അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ കുറെ ഹിന്ദി ഒന്നും അറിയില്ല, ചുമ്മാ ഒന്ന് തട്ടിക്കൂട്ടി പറയലേ ഉള്ളൂ. പിന്നെ എനിക്ക് ആദ്യമേ ഹിന്ദി നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഹിന്ദി വലിയ ഇഷ്ടമാണ്. പിന്നെ തന്നെയുമല്ല നമ്മൾ കുറച്ച് നാൾ മധ്യപ്രദേശിലുണ്ടായിരുന്നു.
കുറച്ച് നാൾ ഒരു 3-4 വർഷം അവിടെ താമസിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞൊരു കുറച്ച്, അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ കുറേ ഒന്നും അറിയില്ല. പിന്നെ ഒന്ന് അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് പറയാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ, അല്ലാണ്ട് കണ്ടമാനം ഹിന്ദി ഒന്നും എനിക്കറിയില്ല കേട്ടോ. ചേച്ചി കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ? അതെന്താ കുപ്പിയിൽ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, നീ എപ്പോഴും ഇങ്ങനെ പണി എടുത്തോണ്ടിരിക്കില്ല, ഒരു പണി തരുമ്പോ അടുത്ത പണി അങ്ങനെ ചെയ്തോണ്ടിരിക്കില്ല. അത് കറക്റ്റ് അങ്ങനെ ഉണ്ട്. തോന്നാറുണ്ട് ആ കുപ്പി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അടച്ചു വെച്ചേനെ. ടു പോസിറ്റീവ് നെഗറ്റീവ് ഈച്ച് അതർ. നിങ്ങൾ രണ്ടുപേരുടെയും 2 പോസിറ്റീവും 2 നെഗറ്റീവും പറയാനാണ് പറഞ്ഞേക്കുന്നത്. എന്നോടാണോ? ഞാൻ പെട്ടുല്ലോ. നെഗറ്റീവ് ഉണ്ടാവുള്ളൂ, അല്ല 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 ഞാൻ പറയട്ടെ, രണ്ടുപേരുടെ ഇങ്ങനെ നമുക്കിപ്പോ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നിങ്ങൾക്കും ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവ് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ പറയാനുള്ളത്. അല്ല, രണ്ടുപേരെ പറ്റിയും, നിന്നെ പറ്റി തന്നെയല്ല സോണത്തിനെ പറ്റിയും പോസിറ്റീവ് കൂടുതൽ പറയാനുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മകനും, അപ്പൊ അവളാരാ? മരുമോളല്ല, അങ്ങനെ പറയണ്ട. ഇപ്പൊ സോനം വന്ന് ഇപ്പൊ ഒരു മരുമോളായിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തുടക്കത്തിൽ നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല സോനം. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും ഒരു ഇതിൽ പോകുന്നത്. പോടാ, അങ്ങനെ എന്തടി ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയുള്ള അടികളൊന്നും അതാ ഞാൻ പറയുന്നത്. ചിലപ്പോ നമ്മൾ പറയുന്ന രീതി ചിലപ്പോ അവർക്ക് മനസ്സിലാവൂല. അപ്പൊ ചിലപ്പോ അവർക്ക് വിചാരം ഞാൻ അവളെ കുറ്റപ്പെടും. അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് തുടക്കത്തിലുണ്ടായിരുന്നു. നമുക്ക് മലയാളികൾക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇതിനും കളിയാക്കാൻ പറ്റും, മനസ്സിലായി. പക്ഷെ അവർക്ക് ഒരു മലയാളം അറിയുള്ളൂ, എന്തർത്ഥത്തിലാന്ന് പറയാം. അല്ല, അതാ ഞാൻ പറയാം, അതിന്റെ ഗ്രാമറിന്റെ ഒരു ഡിഫറൻസ്, നമ്മൾ സംസാരിക്കുന്ന രീതിയും ചിലപ്പോ അവർക്ക് ചിലപ്പോ എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അത് ഇപ്പൊ നമ്മള് ഒരു കുഴപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, അമ്മായിപ്പോരുണ്ടെങ്കിൽ ഏത് വിധത്തിലും വരും. പക്ഷെ ഞാൻ അവളോട് പോരെന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. പോരെടുക്കാൻ രീതിയിൽ എന്തെങ്കിലും പറയുമ്പോ ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് പോരല്ല എടുത്തേക്കുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി എന്നെ സംബന്ധിച്ച് ഒത്തിരി നല്ല ഗുണങ്ങൾ ഉണ്ടായേക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ സ്വന്തം കാര്യത്തിലായാലും കുടുംബത്തിന്റെ കാര്യത്തിലായാലും ഇവള് വന്നതിന് ശേഷം എനിക്ക് ഞാൻ എവിടെ നോക്കി സംസാരിക്കണമെന്ന് അറിയില്ല. സോനം വന്നതിന് ശേഷം, അല്ലെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു വീട്ടിൽ, അയ്യോ പൈസ കൂട്ടി വെച്ചാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, അങ്ങനെ എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ സോനം വന്നതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. സോനം എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തോളും. ഞാനിപ്പോൾ ഫ്രീ ആയേക്കുക. അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ല. നെഗറ്റീവ് പിന്നെ എൻ്റെ ആൻസിയുടെ, നിന്റെ കാര്യം പിന്നെ അവൾ ഓൾറെഡി നോക്കണമല്ലോ. അപ്പൊ പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് പറയട്ടെ, എന്നെ ആൻസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാലും, എന്ത് പോകണമെന്ന് വെച്ചാലും, എവിടെ എന്ത് വേണമെങ്കിലും നമ്മൾ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാം നമുക്കത് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് അവളോട് പിന്നെ നെഗറ്റീവ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ രണ്ടുപേരുടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ പെട്ടെന്ന് രണ്ടുപേരും ദേഷ്യപ്പെടും. ഞാനും ദേഷ്യപ്പെടുന്ന ഒരാളാണ്. എല്ലാവർക്കും ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാവർക്കും വരുന്ന കാര്യമാണ്. പിന്നെ നമ്മളെന്ന് വെച്ചിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും ഇരിക്കുന്നില്ല. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യം മാറും. അല്ല, അത് പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ല, പിന്നെ നെഗറ്റീവാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ദേഷ്യം, അത് എനിക്കും ഉണ്ട് ദേഷ്യം, മനസ്സിലായോ? എനിക്കും ദേഷ്യം വരുന്നു. പിന്നെ നിന്റെ പോസിറ്റീവ് പറഞ്ഞിട്ടില്ല, ഞാൻ സോനത്തിന് പറഞ്ഞോളൂ. നിന്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ, നിന്റെ നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴും ഞങ്ങളെയൊക്കെ ഇങ്ങനെ കിണങ്ങണ അങ്ങനെ തൂക്കും, ഇങ്ങനെ കുത്തി തോണ്ടി ഇങ്ങനെ ഞങ്ങളിങ്ങനെ, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ കിണങ്ങണാന്ന് പറഞ്ഞിട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ചില സമയത്ത് ഞാൻ നീയായിട്ട് എടാ നീ ഒന്ന് അടങ്ങിയിരിക്കടാന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇവനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എത്രയോ കുടുംബങ്ങളില് മക്കള് അമ്മമാരെ കുടുംബമൊക്കെ നോക്കാതെ നടക്കുന്ന ഒത്തിരി ആൾക്കാർ, അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ നന്നായിട്ട്, ഇപ്പൊ ഞാൻ ക്യാമറയുടെ മുമ്പിലല്ല, അല്ലാതെ ഞാൻ പറയും, ഞാൻ മറ്റുള്ളവരോട് ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെ. സത്യമായിട്ട് ഞാൻ അങ്ങോട്ട് നോക്കി അല്ല അധികം സംസാരിച്ചേക്കുന്നത്. എനിക്ക് അങ്ങനെ നോക്കി അങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കി പറയാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്കിങ്ങനെ നെഗറ്റീവ്, നീ എന്നെ നന്നായിട്ട്, നിങ്ങൾ രണ്ടുപേരും ഇതുവരെയായിട്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര പ്രൗഡാണ്. സന്തോഷം, സമാധാനം, കുടുംബത്തിലെ സമാധാനം, സന്തോഷം ഇരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മയോടാണ് അടുത്ത ചോദ്യം. എല്ലാം കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായാണ് മനസ്സിലാക്കിയത് സോനത്തിന്. അമ്മയോടും അമ്മമ്മയോടുമാണ് എൻ്റെ ചോദ്യം. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന, ആൻസിയെ കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണോ സോയ? തീർച്ചയായിട്ടും ആൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ആൻസിക്ക് ഒന്നും വേണ്ടാത്ത കുഴപ്പമില്ല, ആൻസിക്ക് എന്തെങ്കിലും ഫുഡ് മാത്രം മതി. അവൾ പറയണ എന്തെങ്കിലും ബിസ്ക്കറ്റ് അത് ഇതൊക്കെ. ഇവള് എത്രയോ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അവൾ അത് മേടിച്ചേരാ ഇത് മേടിച്ചേരാന്ന് പറഞ്ഞുകൊണ്ട് അവള് ഇഷ്ടം പോലെ പ്രാവശ്യം അവള് നല്ല
ഇതായിട്ട് ചെയ്യുന്നത്. പക്ഷെ അവൾ പറയും എനിക്ക് വേണ്ട 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 എന്ന് പറയണതേ ഉള്ളൂ. അല്ലാണ്ട് ആൻസിനെ കെയർ ചെയ്യാത്ത ഒരാളല്ല. ആൻസിനെ എന്നല്ല, നമ്മുടെ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു മരുമകളാണോ? ഞാൻ മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരുമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാന്നൊന്നും ഞാൻ സങ്കല്പിച്ചിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതൊന്നും മുൻപോട്ട് ഞാൻ മുൻപൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അയ്യോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് നല്ലൊരു മരുമകളെയാണ് കിട്ടിയേക്കുന്നത്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു നിങ്ങൾ തമ്മിൽ? ഇപ്പൊ ഈ ഫെബ്രുവരി 14 9 വർഷം കേട്ടോ. 9 ആയിട്ടുള്ളൂ. 2 വർഷം പ്രേമിച്ച കല്യാണം കഴിച്ചു. 2 വർഷം പ്രേമിച്ചു. അല്ല കുട്ടിയെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നേപ്പാളിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കുന്നേ? ഇത് സംഭവം എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ ഇത് കണ്ടിട്ടേക്ക് എല്ലാവരും ചോദിക്കണേ കല്യാണം കഴിക്കാൻ താല്പര്യം. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കൂടുതലും ലവ് മാരേജ് ആണ്. അപ്പൊ അത് അവിടെ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ പലരും കണ്ടുകിട്ടില്ല. ചിലപ്പോൾ ഇഷ്ടാവും. ഇപ്പൊ ഞങ്ങളിപ്പോ ജോലി സ്ഥലം ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ടല്ല പ്രേമിച്ചത്. നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടുമുട്ടി, ജോലി ചെയ്യുന്ന സ്ഥലത്ത് കണ്ടുമുട്ടി, അങ്ങനെ പ്രേമിച്ച് പരസ്യം മനസ്സിലാക്കണ്ടേ? അതെ, അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ ലവ് മാരേജ് ആണ്. അതിന് അപൂർവമായിട്ടുള്ള അവിടെ ഇല്ല. ഇപ്പൊ എങ്ങനെ ചെയ്യും? ലവ് ചെയ്യും, പിന്നെ വീട്ടുകാർക്ക് പറയും. അങ്ങനെ നമുക്ക് ഒരു മാരേജ് വെക്കില്ലേ വീട്ടില്, അങ്ങനത്തെ പരിപാടിയാണ്. സോനത്തിനോട് ഇങ്ങനെ സ്നേഹമുള്ള കുടുംബം കിട്ടിയത് ഹാപ്പി അല്ലേ? സോനത്തിനോടാട്ടോ ഹാപ്പി ഉണ്ട് കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ ലൈഫിൽ ഒരു ഫാമിലിക്ക് ഇത് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. പക്ഷേ ചില ആൾക്കാർക്ക് അറിയില്ലേ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളപ്പുറം വീട്ട് 2 ഇയർ 1 ഇയറിലത്തെ പോയിട്ടില്ല. 2 ഇയർ 3 ഇയറിൽ വീട്ടിൽ പോകുമ്പോൾ ആ സമയത്ത് ഒരു മാസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കും. ആ സമയത്ത് അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദർ കിട്ടി അത്ര കുറച്ച് സമയത്ത് നമുക്ക് വർത്തനം ടൈം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു ഫാമിലി കിട്ടിയ കണക്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലാണ് എൻ്റെ അമ്മ കിട്ടിയ കണക്ഷൻ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടായ സമയത്ത് അമ്മ എനിക്ക് ഡെയിലി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എന്താ കാര്യങ്ങൾ അമ്മക്ക് പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അമ്മ മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എൻ്റെ ചേച്ചിക്കിട്ട് ഉണ്ട്. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നല്ല ഫാമിലി വേണം അങ്ങനെ ആഗ്രഹങ്ങൾ ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദൈവം എന്ന് പറയൂ, ദൈവം ഗോഡ് എൻ്റെ ഇതുണ്ടായിരുന്നു അല്ലേ, ഒരു ഡെസ്റ്റിനി എന്താ പറയൂ, അല്ല ഒരു ഭാഗ്യം, ഒരു ലക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫാമിലി കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട്. മലയാളി അല്ലാത്ത കുട്ടി മകന്റെ ഭാര്യയായി വന്നപ്പോൾ അമ്മയുടെ റിയാക്ഷൻ? എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവളായിട്ട് സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മൈൻഡിൽ ഇങ്ങനെയാ വന്നത്. അതായത് ആര് അനിത്യം പറഞ്ഞു ആര് പ്രേമിക്കാ. അതല്ല ഇപ്പൊ നീ ഫസ്റ്റ് പറഞ്ഞപ്പോഴും ഉണ്ടല്ലോ, ഞാനിപ്പൊ ആദ്യമേ വിചാരിക്കുന്നത് ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ നിനക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിച്ചു അതിനൊന്നും നമുക്ക് ഇപ്പൊ ആരെ കല്യാണം കഴിക്കുന്നതിനേക്കാളും കൂടെ. പിന്നെ എനിക്ക് സോണത്തിന് നീ കാണിച്ചപ്പോ തന്നെ എനിക്ക് കണ്ടപ്പോ തന്നെ ഓരോരുത്തർ കാണുമ്പോ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇഷ്ടം തോന്നൂലോ. ഫസ്റ്റ് നമുക്ക് കാണുമ്പോ അവിടെ ഞാൻ പറ്റേ ഇപ്പൊ നമ്മൾ ആരായാലും കല്യാണം കഴിച്ചു, ഒരു പെണ്ണ് വന്നു അല്ലെങ്കിൽ ഒരു ചെറുക്കൻ വന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിയുമ്പോൾ ഫസ്റ്റ് എല്ലാവരും പറയും അയ്യോ ചെറുക്കനെ കാണാൻ നല്ലത്, അല്ലെങ്കിൽ പെണ്ണിനെ കാണാൻ നല്ലത്, അല്ലെങ്കിൽ പെണ്ണിനെ കാണാൻ കൊള്ളൂല, ചെറുക്കനെ കാണാൻ കൊള്ളൂല, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ അതുപോലെ എനിക്ക് നീ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നപ്പോൾ ഫസ്റ്റ് കാണിച്ച് തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചായിരുന്നു ഇതിപ്പോ സ്നേഹമാണ്, ഇതിപ്പോ സ്നേഹിച്ച എല്ലാവരും കല്യാണത്തിൽ എത്തുവോ എന്നുള്ളൊരു അങ്ങനെ നമുക്ക് ഇതിപ്പോ സ്നേഹിക്കണ എല്ലാവരും. അതുകൊണ്ടാണ് നീ അന്നൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇവളുടെ ഫോട്ടോസ് ഇടുമ്പോൾ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് ഇടുമ്പോൾ അപ്പൊ നമ്മൾ ഞാൻ എന്താ ഈ കല്യാണത്തിൽ എത്തിയില്ലെങ്കിൽ അതുകൊണ്ടാണ് അന്നൊക്കെ ഞാൻ അന്ന് എന്നെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തേക്കണത്. പിന്നെ ഇത് കിട്ടില്ല. അന്ന് നിങ്ങൾ ഫോട്ടോ ചെയ്തിട്ടില്ല. പിന്നെ അവൻ മറന്നു പോയിട്ടെ, പിന്നെ പിണക്കുണ്ടായിട്ടല്ല. അപ്പൊ ഇവൻ ഓരോ ഫോട്ടോ ഇടുമ്പോ എനിക്ക് എന്റെ ഞാൻ ദൈവം അങ്ങനെ നടന്നില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നാണക്കേടല്ലേ, പിന്നെ വേറെ പെണ്ണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കൂടെ. അമ്മമാര് അങ്ങനെ ചിന്തിക്കും, മനസ്സിലായോ? പിന്നെ ആ സമയത്ത് ഏജും നമുക്ക് നമുക്കറിയില്ല. സോനം വേറെ നാട്ടിലെ പെണ്ണ്, ഇപ്പൊ ഇവിടെ നീ സ്നേഹിച്ചു, അത് കെട്ടൂലേ എങ്ങനെ വരുമെന്നൊന്നും നമുക്കൊരു ഇതില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ ജീവിതം ഇഷ്ടപ്പെട്ടോ സോയിക്കുട്ടി?
അടിപൊളി അടിപൊളി. കാരണം നമുക്ക് അവിടെ ശരിക്കും നമുക്ക് അവിടെ ലൈഫ് സ്റ്റൈല് നല്ല ഒരു എന്താ പറയാ കുഞ്ഞി ടൗണ് നല്ല ലൈഫ് സ്റ്റൈല്. പക്ഷെ നമുക്ക് സിറ്റിയിലെ മാറുമ്പോ സിറ്റിക്ക് നമുക്ക് ഒരു വൈവ് കിട്ടുമ്പോ അത് നമുക്ക് അടിപൊളിയല്ലേ. അല്ല അവിടെ ഇങ്ങനെ സിറ്റി അങ്ങനത്തെ ഇതല്ലാത്തതുകൊണ്ട് ഇപ്പൊ പിള്ളേരാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. എന്താ വെച്ചാൽ അവിടുത്തെ ഇവിടുത്തെ ഇല്ല ഈ സിറ്റിയില് നമുക്ക് എല്ലാ ഇതുണ്ടല്ലോ, എന്താ പറയാ എല്ലാം നമുക്ക് ഇപ്പൊ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും സിനിമ കാണാൻ എന്തും ഇവിടെ ഉണ്ട്. ഒരു നല്ല ഹോസ്പിറ്റലാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇല്ലാത്തതാണ്. പിന്നെ നിങ്ങൾ അവിടെ അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷെ എന്നാ പോലെ പിള്ളേരുകളൊക്കെ വന്നിപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതല്ല ഇവിടുത്തെ നല്ല ഇതായതുകൊണ്ട്. എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നത്? മലയാളം പഠിച്ച നമുക്കത് നമ്മുടെ ഏലുകുട്ടി അമ്മച്ചി പിന്നെ വീട്ടിൽ ആൾക്കാർ അമ്മ എല്ലാവർക്കും വർത്തനം പറഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് നമുക്ക് എല്ലാവരും വീട്ടു ഫാമിലിക്ക് ഒരു ജോയിന്റ് ഫാമിലി ഇരിക്കൂലേ, അപ്പൊ എല്ലാരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തനം പറയുമ്പോ പിന്നെ പെറ്റിനെ നമുക്ക് പഠിക്കും. അതായത് ഇപ്പൊ ഇവിടെ വേറെ ആരും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സർക്കിളിൽ വന്നിട്ട് മലയാളി സർക്കിളിൽ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് പഠിച്ചു പോകും. പഠിക്കണ്ട ആൾക്കും. ഇപ്പൊ ഈ പറഞ്ഞോണം നീ എന്താ നേപ്പാളി പഠിക്കാത്തെന്ന് വെച്ചാൽ നീ ഇപ്പൊ അവിടെയാണ് താമസിക്കണമെങ്കിൽ നീ ഇപ്പൊ പഠിച്ചോളേ. ബൈ അപ്പുക്കുട്ട ഫാൾ ഇൻ ലവ് വിത്ത് സോയ്ക്കുട്ടി. എങ്ങനെയാണ് സോയ്ക്കുട്ടിയായിട്ട് നിനക്ക് സ്നേഹം തോന്നിയത്? സോയ്ക്കുട്ടിയായിട്ട് മെയിൻ റീസൺ എന്ന് വെച്ചാൽ സാധാരണ ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരുമല്ലോ. ഫസ്റ്റ് അതുണ്ടായി, ഒരു സ്പാർക്ക് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവളെ കാണാനുള്ള ഒരു പെണ്ണുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മെയിൻ റീസൺ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടാനുള്ള ഫൈനൽ എന്ന് ചോദിച്ചാൽ എനിക്ക് അവളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരാളുടെ പെരുമാറുന്നതും ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ടൈപ്പ്, എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കും. പിന്നെന്താ കെയറിങ് ആണ് ഏറ്റവും കൂടുതൽ. ആൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കെയറിങ് ആണ്. ഇപ്പൊ അമ്മേനെ കെയറിങ് കൂടുതൽ ഇഷ്ടമാണ്, ആൻസിയോടും കെയറിങ് ആണ്. ആരും നല്ല കെയറിങ് കൊടുക്കും. അതാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെ മതി. ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ എനിക്കറിയത്തില്ല, ഇപ്പോഴും പറയണത് നിങ്ങൾക്ക് സൗന്ദര്യം നോക്കാം, ആരായിട്ട് പ്രേമിക്കുക, അത് നിങ്ങളുടെ ഇത്. പക്ഷെ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറായിട്ട് ഒത്തുപോകുന്ന ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവർക്ക് എൻ്റെ ഒരു 80%, 80% ക്യാരക്ടർ മാച്ചിങ് ആണ്. അപ്പം നമുക്ക് ഒത്തുപോകാൻ പറ്റും. മനസ്സിലായോ? ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇപ്പം എന്ത് പറഞ്ഞാലും അതിൻ്റെ രീതിയിൽ എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മനസ്സ്, ഒരു മനസ്സുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കറക്റ്റ് എല്ലാവരും കല്യാണം കഴിക്കുന്ന ഒരു മെയിൻ കാരണം ക്യാരക്ടർ നോക്കി കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല സൗന്ദര്യത്തിന് ഒരു വാല്യൂ ഇല്ല ഇവിടെ. മനസ്സിലായി? ഫസ്റ്റ് ഇതിൽ മാത്രമേ എല്ലാവരും ആ സൗന്ദര്യം അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജീവിതത്തില് സൗന്ദര്യത്തിനല്ല പ്രാധാന്യം, ജീവിതത്തിലെ സ്വഭാവം. പിന്നെ എല്ലാ സ്വഭാവം നന്നായിരുന്നാലാണ് ആ കുടുംബം നന്നായിട്ട് പോകുള്ളൂ. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിലൊക്കെ മുമ്പ് ഞാൻ സോണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ സോണത്തിനെ കണ്ടത് എവിടെ വെച്ചാ, പക്ഷെ അത് സോനാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണാൻ വന്നത് നിന്നെ. പക്ഷെ പക്ഷെ അന്ന് എനിക്ക് എനിക്കങ്ങനെ ഇവിടെ ഞാൻ ശരിക്കും ഒരു പെങ്കൊച്ചിങ്ങനെ വേറെ ഹിന്ദിക്കാരിലെ പെങ്കൊച്ച് നിന്റെ കൂടെ നിൽക്കണമെന്ന് മാത്രം, അല്ലാണ്ട് ഇവിടെ ആരാണോ എന്താണെന്നോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞ പിന്നെയാണ് ഇതൊക്കെ നിങ്ങൾ തമ്മിൽ സ്നേഹമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് അത് അന്ന് സോനായിരുന്നു എന്നുള്ളത്. ചേച്ചിയോട് ചോദിക്ക്, നേപ്പാളിൽ നമുക്ക് ഒരു പെണ്ണ് സെറ്റാക്കൂ. അതെങ്ങനെ നിങ്ങളവിടെ പോയി ജോലി ചെയ്യാം. ആ ജോലി ചെയ്തിട്ട് അവിടെ എല്ലാം പെൺകുട്ടിയെ കണ്ടുമുട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മനസ്സിലായോ, ലവ് ചെയ്യണം. അതിപ്പോ എടാ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് ഈ ആസാം പെൺകുട്ടികളുണ്ട്, നേപ്പാളി പെൺകുട്ടികളുണ്ട്, ഒത്തിരിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരും ഇങ്ങനെ അയ്യോ സെറ്റ് അങ്ങനെയല്ല. അത് നമ്മളിപ്പോ മലയാളികളാണെങ്കിൽ നമുക്ക് ചോദിക്കാം എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന സ്ഥലത്ത് ഒരു പെണ്ണുണ്ടെന്ന് പറയാം. ഇത് നേപ്പാളിൽ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. അത് നമുക്ക് പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് നേപ്പാളി പെണ്ണുകളെല്ലാം നല്ലവരാണ്. അങ്ങനെയല്ല. ഇവിടത്തെ പോലെ തന്നെ അവിടെ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായോ? പിന്നെ അവർ ഹാർഡ് വർക്കും ചെയ്യണം. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അവിടുത്തെ ആൾക്കാരും അങ്ങനെ തന്നെ ഉണ്ട്. ചിലവരാണ് ഇതിപ്പോ ഇവിടെ ഉള്ളേരിയെന്ന് വന്നോണ്ടായിരിക്കും, ഉള്ള ചെറിയ ടൗണല്ലോ, ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ടായിരിക്കും. മനസ്സിലായി? പക്ഷെ ഇവരുടെ കണ്ടോ, ഇവരുടെ ചേട്ടന്റെ ഇപ്പൊ ഇവരുടെ ചേട്ടന്റെ കൊച്ചിറക്കനില്ലേ സാമിയോ, അവൻ തന്നെ കണ്ട പണി, അവൻ തന്നെ പാത്രം കഴിക്കുന്ന, അവൻ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന, അവൻ അങ്ങനെ ചെറിയ കൊച്ചല്ലേ അവരാ ചെറുപ്പത്തിലെ അതങ്ങനെ. നമ്മുടെ ഇവിടെ പിള്ളേർ അയ്യോ എന്ന് പറഞ്ഞ പിള്ളേരെ ഇങ്ങനെ വാവോ വാവോ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കും. അവര് അങ്ങനെയല്ല, അവര് എല്ലാവരും ചെയ്യും. പക്ഷേ ക്യാരക്ടർ മാത്രമേ എല്ലാവർക്കും ഡിഫറെന്റ്. അതെല്ലായിടത്തും എല്ലാവരുടെയും സ്വഭാവം വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങളവിടെ പോയി പ്രേമിച്ചിട്ട് പ്രേമിച്ചിട്ട് ആ പെണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ചിലപ്പോൾ പറയായിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ പിന്നീട് ലൈഫ് ഫുൾ ഉണ്ടാവും, ഒരു ഉറപ്പില്ല. മനസ്സിലായോ? അല്ല അതിപ്പോ മലയാളി എങ്ങനെയാണ് അതുപോലെ അല്ല
എല്ലാവരും ക്യാരക്ടർ ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ കിട്ടില്ല. ഒരേപോലെ ലോകത്തിൽ ഒരു പ്രശസ്തി ഇല്ല. ഇപ്പൊ എല്ലാവരുടെ ജീവിതം നല്ലത് കിട്ടിയ അതൊരു ലക്ക്. മനസ്സിലായി? എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു ലക്ക് തന്നെയാണ്. അത് അങ്ങനെയാണ് എല്ലാവരും. പിന്നെ ഇവിടുത്തെ മലയാളികളെയും സോയിക്കുട്ടിയും കുറിച്ച് ആരും കമ്പയർ ചെയ്യരുത്. അതെ, അവര് നല്ല പിള്ളേരാണ്. അവര് നല്ല പിള്ളേരാണ്. കാരണം വെച്ചാൽ മനസ്സിലായി, എല്ലാവരും നല്ലതാണ്. നമുക്ക് ആർക്കിട്ടും കമ്പയർ ചെയ്യാനും പാടില്ല. എല്ലാവർക്കും സ്വന്തം സെൽഫ് റെസ്പെക്ട് ഉണ്ടോ, സ്വന്തം ഇതില് റൈറ്റ് ഉണ്ടോ അല്ലെ? നിങ്ങളിപ്പോ അവരെ മനസ്സിലാക്കി ജീവിച്ച അവർ നിങ്ങളെ സ്നേഹിക്കും, അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരുടെയും സ്വഭാവം വ്യത്യാസമാണ്. അല്ലാണ്ട് മലയാളികൾ കൊള്ളൂല, ഹിന്ദിക്കാരും നല്ലത് അല്ലെങ്കിൽ മറ്റേ ആസാമികളും അങ്ങനെയൊന്നുമില്ല. എല്ലാവരിലും നല്ലവരും ഇതുണ്ട്. പിന്നെ എല്ലാവരും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ജീവിതം മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ കൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. ഉണ്ടോ വീട്ടിലെ ണ്ടോ അമ്മമായി പിന്നെ വരുമോള് എല്ലാരും ഫൈറ്റ് അങ്ങനെ കുറെ ഇതിപ്പോ ഞങ്ങളിപ്പോ എല്ലാരും അഡ്ജസ്റ്റ് ഒത്തുപോണ ഒന്നാണ്. ഞങ്ങൾക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയാല് ഹാപ്പി ലൈഫ് ആണോന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓക്കെയാണ് ഈ ലൈഫിൽ, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങള് പരസ്പരം മനസ്സിലാവും. അമ്മയ്ക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റും, അവൾക്ക് എനിക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ആൻസിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു അല്ല, ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ആരായാലും നമ്മുടെ വീട്ടിൽ വന്ന ഒരു ആൻസ് കല്യാണം കഴിച്ചോണ്ടിരുന്ന ചെറുക്കനായിക്കോട്ടെ, അവനെ നമ്മൾ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇപ്പൊ നീ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ആൻസിയുടെ തെറ്റുകൾ ക്ഷമിക്കുന്നു. അപ്പൊ പിന്നെ സോന എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് ക്ഷമിച്ചുകൂടെ? അപ്പൊ അവൾ മാത്രം തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എന്റെ മക്കൾ ചെയ്താൽ ക്ഷമിക്കാം. ആ ഒരു രീതി കാണരുത്. എല്ലാവരും ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കുടുംബത്തിൽ. എന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഒരേപോലെ എല്ലാവരും കണ്ടാൽ മതി. ഈ വീട്ടില് ഇതിപ്പോ ഞാൻ, ആൻസി, നീ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പം മാളൂസ്, അലീന ഒക്കെ അവൾ എത്രയോ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വീട്ടിൽ വന്നിരുന്ന പിള്ളേർ എന്തെങ്കിലും ആൾക്കാരും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും ഫുഡൊക്കെ എടുത്ത് അവർ തന്നെ സ്വന്തം എടുത്ത് അവരുടെ വീട് പോലെ ആ പിള്ളേരുടെ കഴിയുന്നത്. പക്ഷെ സോണത്തിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന നല്ലൊരു ഗുണമാണത്. ശരിക്കും നല്ലൊരു ഗുണമാണത്. സോനം ആൾക്ക് എന്ത് കൊടുക്കണമെങ്കിലും അവർക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അയ്യോ അവർക്ക് ഫുഡ് അവർക്ക് അത് കൊടുക്കണ്ട ഇത് കൊടുക്കണ്ട അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇവിടെ ചോദിച്ചാൽ കൊടുക്കുള്ളൂ. ഇനി അടുത്ത ചോദ്യം സോണത്തിനോടല്ല യൂട്യൂബ് ചാലഞ്ചിങ് പാർട്ട് ഓഫ് ബീയിങ് എ യൂട്യൂബർ. ചലഞ്ചിങ് പാർട്ട് യൂട്യൂബർ പറയുമ്പോ അങ്ങനെ എന്താ പറയാ, നമുക്ക് സ്റ്റാർട്ടിങ്ങില് ക്യാമറയില് വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ എല്ലാവർക്കും വിളിച്ചില്ല. ആ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. കാരണം പെട്ടെന്ന ഇത് ക്യാമറയിൽ വരുമ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ ഇല്ലല്ലോ, നമുക്ക് ഇത് വീഡിയോയില് പെട്ടെന്ന് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ആ സമയത്ത് ഞാനൊക്കെ അത്ര അറിയത്തില്ലുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ എല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് കാരണം നിങ്ങൾ എല്ലാരും ഫാമിലി അല്ലെ, ഒത്തിരി ഫാമിലി നമുക്ക് ഒത്തിരി സന്തോഷം സ്നേഹവും അതൊക്കെ പുറത്തു കെട്ടിപ്പിടിക്കുന്നതാണ് എന്തോ പോലെ എല്ലാവർക്കും അങ്ങനെ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയോ മാതിരി ഞങ്ങളുടെ കുടുംബം പോലെ തോന്നുന്നുണ്ടോ? കുടുംബം പോലെ അത് അവർ വന്ന് സംസാരിക്കും ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോ. ഇപ്പൊ ഇവളോട് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ദൂരെ നിന്ന് മാറി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകൊച്ച് അങ്ങനെ എല്ലാവരുമായിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർ അറിയുന്ന അവളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം. പിന്നെ എന്റെ നാട്ടിലും പണ്ട് എന്റെ നാട്ടിൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബർ ഉണ്ട്. കമന്റ് ചെയ്യില്ലേനും പക്ഷെ ആൾക്കാർ കുറെ ചേച്ചി പറഞ്ഞു അല്ല, പക്ഷെ അവരത് ഇപ്പൊ ഈ കമന്റ് ഒക്കെ അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കി അവർ വായിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും ആ വീഡിയോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അവരങ്ങനെ നോക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞിരുന്നു കുറച്ച്. പിന്നെ ചേച്ചി പോവാൻ ആഗ്രഹിക്കുന്ന ഡ്രീം പ്ലേസ് കുറെ ഉണ്ടോ? കുറെ ഉണ്ടെന്ന്. ഫസ്റ്റ് നമ്മളിപ്പോ അതല്ല ഇപ്പൊ എങ്ങും പോയി തുടങ്ങിയിട്ടില്ല. ആകെ 2-3 സ്ഥലത്ത് മെയിൻ ആയിട്ട് പോയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പറഞ്ഞോ സോനം എന്നെ പ്രേമിക്കുമ്പോ തൊട്ട് പറയണം എന്നെ കൂടെ കൊണ്ടുപോകണം പറയാം. സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണം പറയുന്നുണ്ട്. അത് ഇപ്പൊ കുട്ടിയുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ സ്ഥലം മേടിക്കുക, പച്ചക്കറി കൃഷി, അതാണ് ഏറ്റവും ഇപ്പൊ നോക്കണം. അത് കഴിഞ്ഞിട്ടത് നോക്കുന്നുള്ളൂ ആളിപ്പോ. ഇതുണ്ടിട്ടൊരു ചോദ്യം. ഇത്ര നല്ല അമ്മ, അമ്മൂമ്മ, ഹസ്ബൻഡ് ബംഗാളിലാണെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് അങ്ങനെ ആറുമിക്ക സ്ഥലല്ലേ അങ്ങനെ പറയും. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല എന്റെ അഭിപ്രായത്തില്. നമുക്ക് എവിടെ ചെന്നാലും പറഞ്ഞല്ലോ നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. അപ്പൊ എന്റെ സ്ഥലം നല്ല ആൾക്കാരും ഉണ്ടാവും ചീത്ത ആൾക്കാരും ഉണ്ടാവും പോലെ ഇരിക്കും. അത് തന്നെ. പേഴ്സൺ ഗേൾ ഡെഫ് ആൻസി ഡെഫ്
ഐ ടെൽ മീ പ്ലീസ് ഐ ലവ് യുവർ ഫാമിലി യു ക്യാൻ ടെൽ മീ സൈൻ ലാംഗ്വേജ് ജെസ്സി. അപ്പം ആൻസിയോട് നിന്നോട് ജെസ്സി സംസാരിക്കലേ ചെയ്യും. അപ്പം നിന്നോട് ഇതിൽ ഹായ് ജെസ്സി സുഖമാണോ ചോദിക്കും. ആ ജെസ്സി ഹായ് ജെസ്സി, ഹായ് ജെസ്സി സുഖാണോ, ഒപ്പം എനിക്കും സുഖം. ആ എനിക്ക് സുഖം എന്നാണ് ആൻസി പറഞ്ഞ മനസ്സിലായി. ആ പറഞ്ഞു ഞാൻ പറഞ്ഞു, നീ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു. ആൻസർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? എല്ലാം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നേപ്പാളി മല്ലിക്കപ്പുള്ള പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അപ്പൊ നമുക്ക് Q&A ഇത് പരിപാടി കഴിഞ്ഞോട്ടോ. അപ്പൊ നിങ്ങള് കാരണം ഇത് എത്ര നമുക്ക് എന്താ പറയാ ഫാമിലി എല്ലാ നിങ്ങൾ കാരണം നമുക്ക് ഇപ്പോ യൂട്യൂബില് കിട്ടി. അത്ര സ്നേഹം കൂടുന്നുണ്ടോ എല്ലാം നിങ്ങൾ കാരണം. പിന്നെ ഇതെന്താ നല്ല നല്ല ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം നല്ല ചോദ്യം ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ആൻസറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു അല്ലേ? കമന്റ് ചെയ്യണം അല്ലേ? എല്ലാവരും കമന്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.